എല്ലാം കാട്ടി മേലെ ഞങ്ങള് കുട്ടിക്കാനം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷാക്കി ഫുള്ള് ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോണിൽ തിരക്കാണ്. ഫോണിൽ 2% ചാർജുള്ളൂ. അത് ഓഫ് ആകുമ്പോൾ ഇനിയിപ്പോൾ അവിടെ എടുത്തു. എനിക്ക് ഇടയ്ക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് അതുകൊണ്ട് ഞാൻ കുറച്ച് സൈഡായി പോയിരുന്നു. ഫേസൊക്കെ കണ്ടില്ല. ഇപ്പൊ കുറച്ചൊരു ചെറുതായിട്ടൊരു ജീവൻ വെച്ച പോലെ ഉണ്ട്. അറിയില്ല എത്ര നേരം എന്നുള്ളത് അറിയില്ല. അതുവരെ ഒന്ന് കസറാന്ന് വിചാരിച്ചിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി നെക്സ്റ്റ് അമ്മച്ചി കൊട്ടാരം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. നമ്മൾ വന്നിട്ടുള്ളത് പഗ്മാർക്ക് എന്ന് പറയുന്ന ഒരു പെയിൻ ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ എന്തായാലും പെയിൻ ഫോറസ്റ്റിൽ നമ്മൾ മേലോട്ട് കയറിപ്പോയി. നല്ല വലിയ പെയിൻ ഫോറസ്റ്റ് ആട്ടോ. നല്ല കുത്തനെ കയറാനുണ്ട്. ഒരു ട്രെക്കിംഗ് ഒക്കെ ആയിട്ട് വരുന്നവർക്ക് പറ്റിയ സംഭവമാണ് എന്നൊക്കെ പറയാം. എന്താ വെച്ചാൽ കുറച്ച് സമയം കയറാനുള്ളൂ. കയറി കഴിഞ്ഞിട്ട് മേലെ നമുക്ക് പോയി ഇരിക്കാനും അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു ഓക്സിജനൊക്കെ ശ്വസിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഒന്ന് വേറെ തന്നെയാണ് കേസ്. എന്തായാലും നിങ്ങൾ കോട്ടയം വരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഒരു 1 ഡേ ടൂറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ നല്ല വ്യൂസും കാര്യങ്ങളാണ്. ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളും ഒക്കെ സൂപ്പറായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞങ്ങളിപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് വന്നിട്ടുണ്ട് ഇന്ന്. അപ്പോൾ അതേപോലെ തന്നെ വന്നതാണ്. കണ്ടില്ല ആ മരത്തിൻ്റെ മേലൊക്കെ ആകാശം, ആ മരത്തിൻ്റെ ഇടയിൽ കൂടി കാണുന്ന ആകാശമാനം ഉണ്ടല്ലോ, അടിപൊളി കാഴ്ചകളാണ്. നമുക്കിവിടെ വന്ന് ഇരുന്നാൽ തന്നെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അത്രക്കും നല്ലൊരു ഇത് കിട്ടുന്നൊരു പ്ലേസ് തന്നെയാണ് പെയിൻ ഫോറസ്റ്റ്. നമ്മളുടെ പിന്നെ ഇന്ത്യയിൽ, കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒരുപാട് പെയിൻ ഫോറസ്റ്റ് ഉണ്ട്. പക്ഷെ നമുക്ക് മിക്ക പെയിൻ ഫോറസ്റ്റിൻ്റെ അകത്തും കയറാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇവിടെ നമുക്ക് അകത്ത് കയറാനുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പോകുന്നുള്ളത് അമ്മച്ചി കൊട്ടാരത്തിലേക്കാണ്. അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിയാണിത്. അമ്മച്ചി കൊട്ടാരത്തിൽ എത്തിയിട്ട് കുറേ കാര്യങ്ങളുണ്ട് കേസ്. എന്താ വെച്ചാൽ അവിടുത്തെ കുറേ കഥകളുണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. എന്നാലും എൻ്റെ വ്ളോഗിലൂടെ നിങ്ങൾക്കത് ഞാൻ കേൾപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അമ്മച്ചി കൊട്ടാരത്തിലേക്ക് നമ്മൾ ആദ്യം വണ്ടി ഇപ്പുറത്ത് നിർത്തി. പിന്നെയാണ് കുറേ നടക്കാണ്ടെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് പിന്നെ അങ്ങോട്ടേക്ക് എടുത്ത് പോയത്. അപ്പോൾ അവിടെ താഴെ നിർത്തിയിട്ട് ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം കൊട്ടാരത്തിൽ ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് പകുതിയിൽ പോയി വന്നവർ നമ്മളെ ഒന്ന് പേടിപ്പിച്ചു കേട്ടോ. അവിടെ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഷാക്കി ഇൻട്രോ എടുക്കുന്നുണ്ട്, ഞാനും ഇൻട്രോ എടുക്കണം എന്നുള്ള ഇതിലുണ്ട്. ഷാക്കി അങ്ങോട്ടുള്ള സംസാരത്തിലും കൂടിയൊക്കെയാണ്. എന്തായാലും നമുക്ക് അമ്മച്ചി കൊട്ടാരത്തിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. നമ്മൾ ലൈവായിട്ട് അവിടെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. അപ്പൂപ്പനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ട് തന്നെ നിങ്ങൾ കേട്ടോളൂ എന്തായതാന്നുള്ളത്. ഓക്കെ. കുറേ വർഷങ്ങൾക്ക് മുന്നേ പിന്നെ ഇവിടുത്തെ രാജ്ഞിമാർക്ക് പിന്നെ താമസിക്കാൻ, അതായത് ഉല്ലാസത്തിനൊക്കെ വന്ന് താമസിക്കാനുള്ള കൊട്ടാരമായിരുന്നു എന്നാണ് ഇവിടുത്തെ അപ്പൂപ്പന് പറഞ്ഞു തന്നിട്ടുള്ളത്. നമുക്ക് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല. അപ്പൂപ്പൻ്റെ കുറച്ച് പുളുവാജീസൊക്കെ ഉണ്ട്. നിങ്ങളെന്തായാലും കേട്ട് ചിരിച്ചോളൂ. അത് ഒറിജിനലാണോ അല്ലെങ്കിൽ ഉണ്ടാക്കി പറഞ്ഞാണോ ഒന്നും അറിയില്ല. എന്തായാലും ഞങ്ങൾ പോവാടി നിൽക്കുമ്പോഴത്തേക്ക് അപ്പൂപ്പന് ജനലിൻ്റെ അടുത്ത് വന്ന് നിന്ന് ഞങ്ങളെന്തായാലും ഫസ്റ്റ് തന്നെ പേടിപ്പിച്ചു. അങ്ങനെ പേടിച്ചിട്ടാണ് നവീകരിക്കുന്നുള്ളത്. ആ പേടിയോടെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി പോകുന്നുള്ളത്. രാജാടെ പണിക്കാണ് വീട് വീട് എൻ്റെ വീട് ചങ്ങനാശ്ശേരി കോട്ടയം. ചങ്ങനാശ്ശേരി കോട്ടയം. ചങ്ങനാശ്ശേരി ആരുടെ അമ്മ മഹാരാജന്റെ വീട്. ഞാൻ പൈസ കഥ പറഞ്ഞുതരോ? എങ്ക അമ്മ മഹാരാജന്റെ വീട് നാടാ ചങ്ങനാശ്ശേരി. അമ്മ മഹാരാജന്റെ പേരുടെ ചങ്ങനാശ്ശേരി. ഇത് അമ്മ മഹാരാജന്റെ വീട്ടായിരുന്നു.
സേതുലക്ഷ്മി ബായി തമ്പുരാട്ടി. എനിക്ക് ഈ മുത്തശ്ശി കൊട്ടാരത്തിന്റെ സ്റ്റോറി വന്നിട്ടാവും. അതിലെടുക്കാൻ പറ്റില്ല. അതിലെടുക്കാൻ പറ്റത്തില്ല, പറഞ്ഞുതരാം. പൈസ ഇതിലെടുത്തോട്ടെ. നിങ്ങൾ എല്ലാ പോട്ടെങ്കിൽ പിന്നെ നമുക്ക് നിങ്ങളായിട്ട് കൂടുതലുള്ള നെറ്റൊക്കെ അങ്ങനെ പോകുന്ന മാസം താമസം പറഞ്ഞവിടെ 8 മാസം തുടരും. അമ്മമാരാണ് ശരി അമ്മമാരാണ് പറഞ്ഞത് ചടങ്ങ്. അവർ ചടങ്ങാച്ചാരത് തിരുവാങ്കൂർ മഹാറാണ്. അവരാണ് അന്ന് അമ്മമാരാണ് തിരുവനന്തപുരം ഇവിടെ ഇരിച്ചിട്ടില്ല എല്ലാം മൊത്തം അവർ പണിക്ക്. ഇവിടെ തണുപ്പുണ്ടോ അപ്പ? തണുപ്പുണ്ടോ ഇവിടെ? അല്ല ഇത് അതെ നെരുപ്പോള്. ഹലോ, അതൊന്ന് നെരുപ്പോള്. തണുപ്പ് കൂടുമ്പോൾ വിറക് വെച്ച് കത്തിച്ച മുറിയെല്ലാം ചൂടാവും. പേടിച്ചു നിങ്ങക്ക് ഫുഡൊക്കെ ആരാ ഉണ്ടാക്കി തരാ? നാളെ ഉണ്ടാക്കി നാളെ പുറത്തൊന്നും പോവൂല? ആ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ആരാ? സാധനം വൈപ്പും ആണ് വരുമ്പോൾ വാച്ച്മാൻ ഉണ്ടോ? കളിയങ്ങാട്ടി നീതിയെ കളിക്കും. പുറത്തേക്ക് അടങ്ങാൻ പോയിട്ടുണ്ട്. നൈറ്റ് അവിടെ പെറ്റിയുണ്ട്. അത് വന്ന് നിൽക്കും. കണ്ടിട്ടുണ്ടാ? പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരിയാണ്. കല്യാങ്കാട്ടിൽ 4 ലക്ഷം പറഞ്ഞത്. എന്നോട് വന്ന് സംസാരിക്കും. നമ്മളോട് സംസാരിക്കും. ഞാൻ ചിലപ്പോ ഓളെ കൊണ്ടുപോകും. ഇവിടെ 3-4 സൈറ്റ് പ്രേതമുണ്ട്. എവിടെയാ? ഇത് അമ്മമാരാണ്ട സർവൻസിതാണ്. ഹലോ ചേച്ചി, അമ്മമാരാണ്ട താമസിക്കുന്ന റൂം. ഏത് സിനിമയാ? ഇവിടെ ആയിരക്കണക്കാണ് പടങ്ങൾ. മലയാളം വന്നിരിക്കാം. ഒരുപാട് പേരുണ്ട്. കാർബൺ പകുതി ഭാഷ മന്ദാണ്. ഇത് ലൂസിഫാണ്. ഇവിടെ സ്റ്റണ്ട് ഉണ്ടായിരുന്നു. കടവളെ പോലെ ഇതൊരു അളവയാണ്. അത് ഓർമ്മിട്ടുണ്ട്. ആടയല്ല, അത് 10 എല്ലാം കീറി കളമാരി കൊണ്ടുവരും. അങ്ങനെ പേടിച്ച് അവിടെ കൊണ്ടേ കിടക്കും. അരിയിട്ട് കൊടുക്കും, വെള്ളം കൊടുക്കും. അവിടെ ചാട്ട അമ്മമാരാണ് തോലിന്മാരെ താഴ്വാക്കണം. ഹലോ, അമ്മമാരാണ് തോലിന്മാരെ താഴ്വാക്കണം. അവരുടെ കഴിവില്ല, ജീവിയില്ല, ചെറുപ്പങ്ങളുണ്ട്. അവരുടെ കളിക്കുന്ന സ്ഥലം. പാട്ട് ടൈം പാസിന് വേണ്ടിയിട്ടുള്ള സമയത്ത് നല്ല നീരാവുള്ള ചെമ്പത് പറഞ്ഞാൽ പോകണില്ല. നല്ല നീരാവുള്ള
ഇവിടെ കല്യാണം അവിടെയാണ് കല്യാണം ആ പെട്ടിയിൽ വന്ന് നൈറ്റ് കൊടുക്കും പുറത്തേക്ക് ഇറങ്ങാൻ പോയി എത്ര മണിക്ക് വരും? ആ 10-11 10 മണിക്ക് 11 മണിയാകുമ്പോ അവിടെ വന്ന് കൊള്ള വെച്ച് കുട്ടി എല്ലാം കോട്ടയം കൊല്ലം കരുമ്പും വേണോ? ചോറും ശരി വേണം ചോറും പഠിക്കുക വരികയാണ് ഇത് കിച്ചണാണോ? ഡൈനിങ് ഹാൾ കിച്ചണും തിരിയല എങ്ങനെ പഠിക്കുന്നത് ഡൈനിങ് ഹാള് പണ്ടത്തെ വാസന പാമ്പ് നിങ്ങളെ ഫ്രണ്ട് അല്ലേ? അപ്പൊ വെറുതെ വിടൂലേ? എനിക്ക് എത്ര കൂടുതൽ ഉണ്ടെന്ന് അറിയാം. എത്ര കൂട്ടാറുണ്ട്? അതെ പണ്ടത്തെ കിരയുണ്ട് നീലി കൂട്ടുകാരി കല്ലിങ്ങാറ്റി നീലി പിന്നെ മോഹിനി പിശാച്ച് മോഹിനി പിശാസോ? ഫസ്റ്റ് ടൈം മോഹിനി പിശാസാര്? മോഹിനി പിശാച് ആണുങ്ങളെ കൊണ്ടുപോകും. കൊണ്ടുപോകും മോഹിനി പിശാച്ച് പിന്നെ ആണുങ്ങളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുതരോ? തിരിച്ചു കൊണ്ടുപോയി കാരണം അപ്പൊ നിങ്ങൾ ആണുങ്ങളല്ല അപ്പൊ കൊണ്ടുപോയിട്ടോ? என்னையா எனக்கெல்லாம் அதுக்குள்ள இதெல்லாம் என்னோட கூட்டுக்காரின்னு சொல்லும்போது நீ என்னோட கூட்டுக்காரி என்ன கொள்ளுங்க നീലിനെ പരിചയപ്പെടുത്തി തരോ? അല്ല നീലിനെ പരിചയപ്പെടുത്തി തരോ? പൊടി ഞാനുണ്ടാവും. ആ ഭയങ്കര ആട്ടുകാരി. നീലിനെ മാത്രല്ല ഹണി റോസിനെ അറിയാലേ? എല്ലാവരും ഹണി റോസ് ഹണി റോസ് ആരാ? ഹണി റോസിനെ അറിയാം. പിന്നെ നീലി ഒരു പേരുണ്ടല്ലോ ഫ്രണ്ട് ആര് നീലി ഫ്രണ്ട് ബാലി വിശ്വനാഥന് അല്ലല്ല നീലി കല്ലിങ്കാട്ടിന് നിങ്ങൾ ഫ്രണ്ട് അല്ലേ? പിന്നെ ആരാ ഇവിടുത്തെ ഫ്രണ്ട്? മോഹിനി പിശാച്ച് മോഹിനി പിശാച്. പിന്നെ വേറെ ഒരു പിശാച് പാമ്പ് പാമ്പ് ആടിന്റെ 2 കോഴി ഇത് പാമ്പ് ചേരമുണ്ട് മൂർക്കനുണ്ട് വേറെ പിന്നെ കേട്ടോ മരപ്പട്ടി ചേല മുയൽ കാട്ടുകോഴി പന്നി പാമ്പ് എല്ലാം ഉണ്ട്. പിന്നെ ഇത് മുകളിൽ வந்து തട്ടിൽ മരപ്പട്ടി അണ്ണൻ എലി എല്ലാവരും ഉണ്ട്. நான் என் பட்டி 2 கோழி 2 பூச்சி അപ്പം നീലിനെ പരിചയപ്പെടുത്തി തരോ? നൈറ്റെല്ലാം വരും. ഇപ്പൊ എവിടെ വരും? നൈറ്റ് എത്ര മണിയാവും? നൈറ്റ് 10-11 മുന്നേയാണ് വരും. എവിടെ വെയിറ്റ് ചെയ്യാ? പരിചയപ്പെടുത്തി തരോ? നീ പേടിച്ചാ പിന്നെ നീ ആവശ്യമുള്ള കിടക്കും. നീലിയുടെ കുറച്ച് ആവശ്യങ്ങൾ നീ പേടിച്ചു പോയി ഞാൻ ഉണ്ട്. നീ പേടിച്ചു പോവല്ലേ? എനിക്ക് എല്ലാവരും പുറത്തെ പിന്നെ ഇല്ല ഇപ്പൊ ഇത് വന്ന് ആളെല്ലാം നേരത്തെ മറ്റേ ഇത് ഇപ്പൊ നല്ല നില ഹലോ എന്നെ പറ്റി
വയറ്റിലെല്ലാം വേറെ അടുത്ത് പോയി, മാമ വേറെ അടുത്ത് പോയി, മകൻ വേറെ അടുത്ത് പോയി, നാളെ കട്ടിച്ചിട്ട് മാമനിപ്പോൾ കല്യാണം നിൽക്കുന്നു എന്ന് നോക്കിയിട്ടുണ്ട്. മാമന് വാ നാളെ കേരള ടീമിലെ ക്യാപ്റ്റനുണ്ട്. അറിയാമോ? കോച്ചിയുടെ ഓക്കെ ഓക്കെ. ആ ഹോക്കി ടീമിലാണ് ജീവിതരാജാ സായല്ല പറ്റി. അതന്നെ നീലി വന്ന് കിടക്കുന്ന സ്ഥലം. കളിയാൻ കിട്ടി നീലി വന്ന് കിടന്നിട്ട്. കണ്ണാട കണ്ണാട കണ്ണാടത്തി കണ്ണാടി ഇവിടെ അതെന്ത് ഞാൻ എടുക്കാം. വാവ് നല്ല ഉണ്ടല്ലോ. അയ്യോ ഒന്നും കൊടുക്കില്ല, നിങ്ങളുടെ ശമ്പളമല്ല. ഹലോ, കുറച്ച് അസംബ്ലിക്കാരനാണ് നിയമസഭ. അതോ അമ്മ ഉങ്ങളെ ഒന്ന് ചോദിച്ചില്ലേ? എവിടെ ചങ്ങനാശ്ശേരി, കാസർഗോഡ്. എല്ലാരും കാസർഗോഡ് നീലിനോട് ഞങ്ങൾ അന്വേഷണം എന്നെ പോലെ ഇരിക്കാന്ന് പറയും. അപ്പൊ എന്റെ പേര് കേട്ടില്ലല്ലോ. പേരെന്താ? അപ്പാപ്പന്റെ പേരെന്താ? പേരെന്താ? ഞാൻ സിനിമകളിലുണ്ട്, ടി വിയിലുണ്ട്, പത്രത്തിലുണ്ട്, നേരത്തെ സിനിമകളുണ്ട്. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാന് അതെ അതെ പഴയ പടമല്ലേ, ഇന്ദ്രിയം, പൈലറ്റ്, ഇന്ദ്രിയം, പൈലറ്റ്, പാല്, പട്ടെല്ലാം ഉണ്ട്. എനിക്ക് 77. ഓ എന്റെ വല്യപ്പനേക്കാളും ഇളയതാ. അല്ല മൂത്ത. എന്റെ വല്യപ്പനേക്കാളും മൂത്ത. എന്റെ വല്യപ്പന് 72 ഉണ്ട്. 72. എന്റെ ഫാദറിന് 72. ഞാൻ വിളിച്ചോണ്ട് വരാം. നമ്മള് അമ്മച്ചി കൊട്ടാരം ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. വണ്ടിയാണ്. ബൈ. ഇതിനകത്തുള്ളതാ നമ്മുടെ എന്തൊക്കെയായിരുന്നു നമ്മളെ മൈൻഡ് പോലും ഉണ്ടായിരുന്നില്ല. തള്ളി മറിക്കുന്ന രണ്ട് തള്ളമാർ, പണ്ടത്തെ കഥകൾ. ഒന്ന് ഫിലിം സ്റ്റാർ, ഒന്ന് ട്രാവൽ സ്റ്റാർ. ഇങ്ങോട്ടോക്കെ അടിപൊളി ബീഫ് കിട്ടാം. ഇഷ്ടമായി. ഞങ്ങള് കോട്ടയത്ത് നല്ല ബീഫ് എവിടുന്ന് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവള് കാണിച്ചതാണ് പൊളി സാധനം. അങ്ങനെയല്ല, നമ്മൾ ഇവിടുന്ന് കഴിച്ചാൽ പോലെ ഇവിടെ ബീഫ് ഉണ്ടല്ലോ എന്ന് പറയുന്നത്. ഞാൻ ഇവിടുന്ന് പറഞ്ഞ കൊത്തു പൊറോട്ട ഇവിടുത്തെ സൂപ്പറാണ്. പക്ഷെ ബീഫ് സൂപ്പറാണ്, വെറൈറ്റി കിട്ടും. എനിക്കത് ഇഷ്ടമായിരുന്നു. ബീഫ് കുറച്ച് നവ്യാന്റെ ബർത്ത്ഡേ ആണ് മറ്റന്നാള്. നാളെ പോകുന്നുണ്ടിന്ന് അഡ്വാൻസ് ആയിട്ട് കേക്ക് മുറിക്കാന്ന് പറഞ്ഞ് വീട് കാണിക്കേ പക്ക പ്ലാനഡ് ആണ്. ഇപ്പൊ ലൈറ്റിന്റെയും ഫുള്ള് പ്ലാൻ ആക്കിയിട്ട് പോവാണ്. സർപ്രൈസ് അഭിനയിക്കുന്നാണ് അവൾ പറഞ്ഞിട്ടുള്ളത്. നോക്കാളെ ആക്ടിങ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അമ്മ കിട്ടും. അമ്മക്ക് ഫസ്റ്റ് എടുത്ത വാ ഇങ്ങോട്ട്.
നാളെ ആവുമ്പത്തേക്ക് നോക്കാം നിങ്ങള് നല്ല കൂട്ടായിരിക്കും. ഷുഗർ ഒന്നും ഇല്ലല്ലോ. Happy birthday to you. Happy birthday to you. Para. Happy birthday to you. എന്റെ ഡാഡിക്ക് ചെയ്യണം. ഷാക്ക് അങ്ങോട്ട് ഇരിക്കണ. ഒന്ന് മാറിക്കോ. ഏത്തപ്പഴം, ചക്ക, അങ്ങനെ ഇതാ നമ്മള് ഒരു ജ്യൂസല്ല നമുക്ക് കൊറേ ജ്യൂസ് ഓർഡർ ചെയ്തിനി. പക്ഷെ കുടിക്കുന്ന ഇതില് നമ്മള് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറഞ്ഞ്. ഇത് ലാസ്റ്റ് ജ്യൂസ് പേരൊക്കെയാണ്. എല്ലാം അടിപൊളിയാണ്, ഓർഗാനിക് ആയിട്ടുള്ളതാണ് അല്ലേ. ഇതെന്താണ് നവ്യ? നവ്യ നവ്യ ഇതെന്താണ്? ഇത് ബീഫ് ഫ്രൈ. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് വലിയ മീനിൻ്റെ തല തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. നവ്യൻ്റെ ഫാമിലിയും ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. വലിയൊരു റിസോർട്ട് പോലത്തെ ഒരു സംഭവമാണ്, ഫാമിലി റെസ്റ്റോറൻ്റാണ്. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ, അടിപൊളി. ഓരോ സാധനങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വളർത്തുന്ന തോന്നല്ലേ, അതുണ്ടാവണേ ചളി സ്മെല്ലുണ്ട്. വളത്താലിന്നായിരുന്നോ ചളി? ചളി സ്മെല്ലുണ്ട് നോക്കിയത്. ഷാക്കിയുടെ തല നനച്ചതാ അവിടെ. എൻ്റെ മക്കളെ കറി എന്നൊക്കെ പറഞ്ഞാൽ ഈ ആലപ്പുഴയിലെ കറി തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. കാളാഞ്ചിയുടെ തല, ബീഫ് ഫ്രൈ, ബീഫ് കറി, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ എന്തൊക്കെയോ തരത്തിലുള്ള കറികളും ഇതൊക്കെ ഉണ്ട്. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നൊന്നര ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പം വീഡിയോ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടില്ല, ഇതിൻ്റെ ടേസ്റ്റ് നോക്കുന്നതിൻ്റെ ഇതിൽ. കാളാഞ്ചിയുടെ തല എന്ന് വെച്ചാൽ പിന്നെ ഒന്നും പറയണ്ട, ഒന്നൊന്നര ടേസ്റ്റ്. അതിൻ്റെ പകുതി ഞാനാണ് കഴിച്ചിട്ടുള്ളത്. നല്ല പച്ചപ്പ് നിറഞ്ഞ വയലും നല്ലൊരു കണ്ണിന് കാഴ്ചയായിരുന്നു കേട്ടോ. അങ്ങനെ സ്വാദിഷ്ടമായ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് അന്ന് മടങ്ങിയിട്ടാ. ഇതിപ്പോൾ നിങ്ങൾക്ക് വ്ളോഗിൽ കുറേ സ്ഥലം കാണുന്നുണ്ടാവും. അത് ഞങ്ങൾ 4 ദിവസം ഉണ്ടായിരുന്നല്ലോ, 4 ദിവസം കൊണ്ടുള്ള വ്ളോഗാണ് ഞാൻ ഒറ്റയടിക്ക് ഇടുന്നുള്ളത്. അപ്പോൾ അടുത്ത കാര്യങ്ങൾ ഇനിയുണ്ട്, ഇതിൽ കുറേ കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മടങ്ങുന്ന കാര്യങ്ങളൊക്കെ. അത് ദിസ് ഈസ് നവീൻ്റെ പടക്ക കമ്പനി, കട വിത്ത് കമ്പനി. എല്ലാത്തരം പെൺകുട്ടികളുടെ പടക്കവും ആൺകുട്ടികളുടെ പടക്കം എല്ലാം ഉണ്ട്. അങ്ങനെ കറക്കങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങുവാണ്. അപ്പോൾ മടങ്ങുന്നത് ആലപ്പുഴ വഴി തന്നെയാണ്. അപ്പോൾ ഞാനാണ് ആലപ്പുഴ വഴി വരാമെന്നുള്ള ഒരു സജഷൻ പറഞ്ഞത്. എന്താ വെച്ചാൽ ഇന്നലെ എനിക്ക് ആലപ്പുഴ കണ്ടിട്ട് മതിയായിട്ടില്ല, അത്രയല്ല, കുറച്ച് സമയമല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വരുമ്പോൾ ഉള്ള കായലുകളും കായലിൽ
പിന്നെ നിർത്തിയിട്ടുള്ള തോണിയും വഞ്ചിയും പിന്നെ അതേപോലെ തന്നെ ബോട്ടും ഒക്കെ കാണാൻ ഒരു വേറെ തന്നെ ഭംഗിയാണ് കേട്ടോ. എനിക്ക് വീഡിയോയിലെല്ലാം കവറായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ കാറിൽ യാത്ര പോകുമ്പോൾ എടുത്ത വീഡിയോ ആണല്ലോ. പിന്നെ ഇടയ്ക്ക് നമ്മൾ നിർത്തിയും ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളത്. ഇടയ്ക്ക് ഷാക്കിക്ക് താറാവിൻ്റെ കുഞ്ഞുങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ്. അതാണിപ്പോൾ ഇനി നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നുള്ളത്. ഈ ഒരു പാലം കണ്ടില്ലേ, അവർ അപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന പാലാണിത്. നമ്മങ്ങനെ ആലപ്പി പോകുന്ന താറാവിന്റെ കുഞ്ഞിനെനിക്കാണ്ട് പോന്നിട്ടാ ഉമ്മ പന്ത്രണ്ടാന്ന് പറഞ്ഞില്ലേ, കേട്ടോന്ന് അറിയില്ല. നമുക്ക് പോയിട്ട് കുറച്ച് ബാർഗിനെ ആക്കിയിട്ട് 2 കുഞ്ഞ് ചെറുത് 2 കുഞ്ഞുണ്ടോ അടങ്ങുള്ളൂ. അതായത് മറ്റേത് താറാവ് വാങ്ങാനായിട്ട് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് അവിടെ എല്ലാത്തരം കോഴികളും ഉണ്ടായിരുന്നു. താറാവാണെങ്കിൽ വലിയ സൈസിലാണ് ഉണ്ടായിരുന്നുള്ളത്. നല്ല റേറ്റാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ താറാവ് വാങ്ങുന്ന പണി വേണ്ടാന്ന് വെച്ചു. ഇങ്ങനെ കൂട്ടത്തിൽ തിളക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കായലും ഉണ്ട്. പിന്നെ കായൽ കാഴ്ചകൾ കണ്ടിട്ടുള്ള യാത്ര ഞങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. എന്തായാലും നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാൻ മനസ്സനുവദിക്കുന്നില്ല, അത്രക്കും നല്ല കാഴ്ചകളായിരുന്നു. വെള്ളവും മരങ്ങളും തെങ്ങുകളും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വഞ്ചികളും ഒക്കെ ആയിട്ട് പിന്നെ നല്ല കാഴ്ചകളായിരുന്നു. നമ്മളിപ്പം ഓരോ വീഡിയോസിലൊക്കെ കാണുമല്ലേ, അത് ഡയറക്റ്റ് കാണുമ്പോഴുള്ള ആ ഒരു ഇത് എത്രയൊക്കെ യാത്ര ചെയ്തിട്ട് നമുക്ക് മതി വരാത്ത ഒന്നാണല്ലോ യാത്ര. ആ യാത്രയിൽ ഇങ്ങനെ കുറേ നല്ല കാഴ്ചകൾ കാണുമ്പോൾ പിന്നെ അത് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല. അതാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഒരു ഉച്ചയോടടുത്ത സമയമായതുകൊണ്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും സൈഡിൽ മോരുവെള്ളം കിട്ടുമോ എന്നുള്ള ഇങ്ങനെ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് നല്ല ഫ്രഷ് മുന്തിരി ജ്യൂസും ഫ്രഷ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും കണ്ടില്ലേ, വഞ്ചി കണ്ടില്ലേ, ആ ഒരു റോഡിൻ്റെ അപ്പുറത്ത് വണ്ടി പോകുന്നു, ഇപ്പുറത്ത് പോകുന്നു, അതിൻ്റെ നടുക്ക് വഞ്ചി കായലിരിക്കുന്നു. എന്ത് കാഴ്ചയാണ്, നല്ല കാഴ്ചയാണ്. നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് ഫാഷൻ ഫ്രൂട്ടിന്റെ ഒരു ചെറിയൊരു സ്റ്റാൻഡ് ഉണ്ട്. ഇത് സർപ്പല്ലടാ, ഒറിജിനല്. ഒരു 3 ഗ്ലാസ് ഒന്നിന് കുറച്ച് മധുരം കുറച്ച് അണിയാണെന്നെങ്കിൽ അണിയാ, എല്ലാം അണിയാ. നമ്മള് ഓൾറെഡി ഐശ്വര്യത്തിന്റെ വെള്ളം ഒഴിച്ചിട്ട് ഇത് മുന്തിരിയാ. ഞാൻ ഇവിടെ ഇപ്പൊ ഒരു 10 ദിവസമായുള്ളു. ഇതിന്റെ അപ്പുറത്ത് എന്റെ വൈഫുണ്ട്. വൈഫ് 2 മാസം കഴിഞ്ഞു. മലയാള മനോരമ ഓഫീസിന്റെ വാതിക്ക്. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെയും മുന്തിരിൻ്റെയും പിന്നെ ബ്രാൻഡ് അംബാസിഡർ ഇവർ തന്നെയാണ് കേട്ടോ. ഇവർ തന്നെ ഉണ്ടാക്കി ഇവർ തന്നെ അവിടെ ഇവിടെ ആയിട്ട് വിൽക്കുന്ന ഒരു സാധനമാണ്. ഇവരുടെ വൈഫും പിന്നെ അപ്പുറത്ത് വിൽക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോ സ്റ്റാള് കുറച്ച് ദിവസം കൂടി ഓരോരുത്തരും വെച്ചിട്ട് വിൽക്കുകയാണ്. ഇവർ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ കൂടെ പഞ്ചസാരയല്ല, ഇവർ ഹണിയാണ് ചേർക്കുന്നുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല വീട്ടിലെ ഊണെന്ന് പറഞ്ഞിട്ട് ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് കയറിയതാണ്. എന്തായാലും നമ്മൾ വിലയും തുച്ഛം പിന്നെ രുചിയും മെച്ചെന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. എന്തായാലും നമുക്ക് ഫുഡിലേക്ക് കിടക്കാം. സ്ത്രീകൾ നടത്തുന്ന പിന്നെ വീട്ടിലെ ഊൺ, അതായത് കുടുംബശ്രീ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഊണൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വിട്ടു വീട്ടിലേക്ക്. ആസ്വദിച്ചാലും മതിവരാത്തത്ര ഭംഗിയുണ്ടായിരുന്നു ആലപ്പുഴയുടെ കായലുകൾക്കും ആ കായലിലൂടെയുള്ള കാഴ്ചകൾക്കും. അടിപൊളി വ്യൂസ് ആയിരുന്നു. ഇനിയും ഞാൻ ആലപ്പുഴ പോകണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഒന്ന് സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്കൊന്ന് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് കാഴ്ചകൾ കണ്ണിൽ നിന്ന് മായുന്നില്ല ഗൈസ്, അത്രക്കും നല്ല കാഴ്ചകൾ. എനിക്ക് അവിടെ പോയിട്ട് കായലിൽ സഞ്ചരിക്കണം, ബോട്ടിൽ സഞ്ചരിക്കണം, അവിടുത്തെ ഇതൊക്കെ നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയപ്പോഴത്തേക്ക് ഒരിടത്തെത്തി. ഏതാ സ്ഥലം എന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. ചായ കുടി പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയതാണ്. ഇവിടുന്ന് ഞങ്ങൾ ചായയും കടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളത്.
ചായയും കടിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും വിട്ടു ഗൈസ്. എന്താ വെച്ചാൽ പിന്നെ എവിടെ നിർത്തിയിട്ടില്ല, നേരെ വീട്ടിലേക്ക് എന്നുള്ള ലക്ഷ്യവും താണ്ടി ഞങ്ങൾ വീട്ടിലേക്ക് വന്നതാണ്. അതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്താ വെച്ചാൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു, കുറച്ച് ഉറങ്ങി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന് കൊണ്ടേയിരുന്നു. ഇനി അടുത്തൊരു യാത്ര ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ ഫുള്ളായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഫുള്ളായി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പോകുന്ന യാത്രകളുടെ ഫുൾ ഒരു പ്രതിച്ഛായ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുള്ളായി കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ബൈ ബൈ.